ഒതുക്കത്തിലൊരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ട് ചങ്കള ടാറിംഗ് റോഡാണ് ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളാണ് കേട്ടോ. ഇവിടുന്ന് കോളേജിലോട്ട് 1 കിലോമീറ്റർ ദൂരമുള്ള സ്കൂളിലോട്ട് 1 കിലോമീറ്റർ ദൂരമുള്ള പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലായിടത്തോട്ടും 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഈ കാണുന്ന ഒരു 1 ഏക്കർ സ്ഥലം അതിനകത്ത് ഈ കാണുന്ന 2 നില വീടും വിൽപ്പനയ്ക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ, ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ഈ ഡോണർ കൊടുക്കാൻ റെഡിയാണ് കേട്ടോ. അതായത് ഈ ഒരു 1 ഏക്കർ സ്ഥലവും വീടും മൊത്തമായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ റെഡിയാണ്. ഇനിയിപ്പോൾ അതിൽ 10 സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടുമാണ് വേണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. 90 സെൻറ്റ് സ്ഥലം മാത്രമായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. ഇനിയിപ്പോൾ 30 സെൻറ്റിൻ്റെ 3 പ്ലോട്ടുകളാക്കിയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ ഡോണർ റെഡിയാണ് കേട്ടോ. എങ്ങനെയാണോ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം അതിനനുസരിച്ച് ഈ ഡോണർ കൊടുക്കാൻ റെഡിയാണ്. പിന്നെ നമ്മൾ 90 സെൻറ്റ് സ്ഥലം വരുന്ന അവിടെ മേലെ കേട്ടോ, വീടിൻ്റെ ബാക്ക് സൈഡിൽ അവിടെയാണ് വരുന്നത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, അങ്ങോട്ടുള്ള വഴി വേറെ ഉണ്ട്, അത് കാണാം നമുക്ക്. അതിന് മുന്നേ നമ്മളൊരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരും. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കാലിച്ചാനടക്കം ടൗണിന് ഏകദേശം 800 മീറ്റർ അകലത്തിൽ മയ്യങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന കോടമ്പളൂർ പഞ്ചായത്ത്, അതുപോലെ വില്ലേജ് വരുന്ന തായനൂർ, അതുപോലെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടുള്ള സ്ഥലം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ ഒന്ന് കാണാൻ അങ്ങോട്ട് പോകാം. നമുക്ക് ഇതാക്കണേ, ഈ റോഡ് ഇത് വരുന്ന കാലിച്ചാനടക്കത്തും വരുന്ന റോഡാണ്. അവിടെ ഏകദേശം 800 മീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നീലേശ്വരം പോകാം, കാഞ്ഞങ്ങാട് പോകാം. നീലേശ്വരത്തിന് ഏകദേശം 15 കിലോമീറ്ററും അതുപോലെ കാഞ്ഞങ്ങാടിന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. പിന്നെ കാസർഗോഡിനൊക്കെ ആണെങ്കിൽ ഒരു 47 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇനി നമുക്ക് വീട് കാണാം. അപ്പോഴേ ഇതാണ് നമ്മളെ വീട് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. മൊത്തം 1650 സ്ക്വയർ ഫീറ്റിൽ മൊത്തം 4 ബെഡ്റൂമൊക്കെ ഉള്ള 2 നില വീടാണ് കേട്ടോ. നല്ല കിടിലൻ സൂപ്പർ വീടാണ്. അപ്പം നമുക്ക് വീട് മൊത്തത്തിലൊന്ന് കാണാം. ഇതാണ് സിറ്റ് ഔട്ട് കേട്ടോ. ഫുള്ള് ഓപ്പൺ സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഒക്കെ ടൈല് കണ്ടില്ലേ, ഫുള്ള് വൈറ്റ് കളറിലെ നല്ലൊരു കളർ ടൈലൊക്കെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതാകണം പറഞ്ഞ് നിന്ന് കഴിയാൽ തന്നെ നല്ല കാറ്റൊക്കെ കിട്ടും. നല്ലൊരു അന്തരീക്ഷമാണ് നമ്മളീ ഒരു വീട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഡോർ, ജനല്, വാതില്, കട്ടില എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിൻ്റെ ഇല തന്നെയാണ് എല്ലാം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ തന്നെ അതാ യേശുവിൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയിട്ട് നോക്കിയാലോ? നമുക്ക് അതെ ബാ. അപ്പോൾ അകത്തോട്ട് ഹാളിലോട്ട് വരുമ്പോൾ ഹാള് നല്ല സൗകര്യമുള്ള വലിയ ഹാൾ തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഹാളിൽ തന്നെ ഇവിടെ രൂപക്കൂടെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഷെൽഫിലെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് നമുക്ക് ഹാളിലോട്ട് വരുമ്പോൾ. ഇപ്പൊ നിലവിൽ ഇവിടെ സ്റ്റെയർകേസും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർകേസും കാര്യങ്ങളൊക്കെ ഹാളിൽ തന്നെയാണ് അല്ലേ? ഹാളിൽ തന്നെയാണ്. പിന്നെ എന്താ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. സിറ്റ് ഔട്ടിൽ കണ്ട അതേ കളർ ടൈൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നിലവിലൊരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ ആയിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കണം. ഒരു 5-6 ആൾക്ക് ഇരുന്ന് കഴിക്കാൻ സൗകര്യമുള്ള വലിയ മേശ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് എല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് ബേസിൻ എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമും കൂടെ ഈ ഒരു ഭാഗത്തുണ്ട്. ബാത്റൂം ആണെങ്കിലും സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. താഴെ നമുക്ക് 2 റൂമും അതുപോലെ തന്നെ മുകളിലും 2 റൂമാണ് വരുന്നത്. ഇനി ആദ്യത്തെ റൂം കാണാം. ഇതാണ് ആദ്യത്തെ റൂം. റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാട്ടോ. ഇതാ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള റൂമാണ്. 2 സൈഡിലോട്ടും ഈ ഭാഗത്തോട്ടൊരു 3 കള്ളി ജനലുണ്ട്. അതുപോലെ അവിടെ റാക്കെല്ലാം ഉണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ള റാക്കെല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേ ടൈൽ തന്നെയാണ് നിലത്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടല്ലേ. പിന്നെ ഇതാ ഈ സൈഡിലോട്ട് ഇവിടെയോട്ട് 2 കള്ളി ജനൽ വരുന്നുണ്ട്. പിന്നെ ഷെൽഫ് ഉണ്ട്. റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ റൂം ഒന്ന് കാണാം. അടുത്ത റൂം നമുക്ക് ഹാളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണുള്ളത് കേട്ടോ. ഈ റൂം നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. റാക്ക് ഉണ്ട്, ഷെൽഫ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ്. ഈ റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വീട് സ്ഥലം നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് വിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാലിച്ചാനടക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 800 മീറ്റർ പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈസ്കൂളെല്ലാം ഉണ്ടാവും. അതുപോലെ SNDP ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരുന്നത് നമുക്ക് കാലിച്ചാനടക്ക് തന്നെയാണ്. അതുപോലെ അമ്പലം, പള്ളി, ചർച്ച് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി വരും നമുക്ക് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അടുക്കള വരുന്നത് കേട്ടോ. അടുക്കളയും വലിയ അടുക്കള തന്നെയാണ്. നോക്കി അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അടുക്കളയില് വേറെ കളർ ടൈലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഷെൽഫെല്ലാം ഉണ്ട്. ഈ ഒരു സൈഡിലോട്ട് ഇവിടെയും ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാത്രങ്ങളും സാധനങ്ങളും എല്ലാ സംഭവങ്ങളും വെക്കാനുള്ള വലിയൊരു ഷെൽഫ് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് മേലെ റാക്കെല്ലാം ഉണ്ട്.
എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ പുറത്തോട്ട് ഇതാ ഒരു 3 കള്ളി ജനലുണ്ട്. ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചും കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി വിറകടുപ്പൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്കിവിടെ തന്നെ ഉണ്ട്. പുറത്ത് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സാധാ വിറകടുപ്പാണ്. വിറകെല്ലാം വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് കേട്ടോ. വർക്ക് ഏരിയ ആണെങ്കിലും എന്താ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള സൗകര്യമുണ്ട്. പാത്രങ്ങൾ വെക്കാനും പൊടികളെല്ലാം വെക്കാനൊക്കെ ഉള്ള ഷെൽഫെല്ലാം ഉണ്ട്. പിന്നെ നല്ല സ്ഥല സൗകര്യം തന്നെ ഉണ്ട് അല്ലേ? അതെ. ഇനി നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് ഉള്ള ഡോറാണിത്. ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ പുറത്ത് വേറെ വലിയ വർക്ക് ഏരിയ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ എന്താക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യം ഇവിടെ വേറെ തന്നെ ഉണ്ട് അല്ലേ? മിറ്റമൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് ഇഷ്ടം പോലെ മിറ്റെല്ലാം ഉണ്ട്. ഇനി നമുക്ക് മേളിലത്തെ റൂമൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. പോയി നോക്കാം. ഇനി നമുക്ക് അടുത്തത് മുകളിലോട്ട് പോയി നോക്കാം. നമുക്ക് സ്കൂളിലോട്ടൊക്കെ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ട്. ഇഷ്ടം പോലെ സ്കൂൾ ബസ്സും ഒക്കെ നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകുന്നതാണ്. അതെ. ഇനി സ്റ്റെയറിൻ്റെ ടൈൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ മൊത്തത്തിൽ എല്ലായിടത്തും ഒരേ കളർ ടൈൽ തന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ. സ്റ്റെയറിൻ്റെ പിടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പിടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മളെ മുകളിൽ നിന്ന് താഴോട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. അതെ. ഇനി നമ്മൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഒരു ഹാളായിട്ട് ഇങ്ങനെ കിടക്കുക. അത്യാവശ്യം ഒരു എന്താ ഒതുങ്ങിയ പാകത്തൊരു ഹാളായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടുത്തെ റൂമുകൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലാണ് നമുക്ക് ഫസ്റ്റ് റൂമുള്ളത്. ഈ റൂം കുറച്ച് വലിയ റൂമാട്ടോ. അത്യാവശ്യം വലിയ റൂം തന്നെയാണ് അല്ലേ? നേരത്തെ നമ്മൾ കണ്ടതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ വലിയ റൂമാണിത്. ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് ഒരു 3 കള്ളി ജനലുണ്ട്. ആ സൈഡിലോട്ട് 2 കള്ളി ജനലുണ്ട്. പിന്നെ ഇവിടെ റാക്കെല്ലാം ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം വലിയ റൂമാണ്. നിലൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ടതാണ് അല്ലേ? അതെ. ഇപ്പം നിലവിൽ ഈ റൂമിൽ 2 അലമാരും ഇവിടെ വലിയൊരു കട്ടിൽ എന്നിട്ടും നല്ല സൗകര്യം ഉണ്ട് റൂമിന് കേട്ടോ. അപ്പം അത്രയും വലിയ റൂമാണ്. അപ്പോൾ ഇനി ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂം ഒന്ന് കാണാം നമുക്ക്. അത് നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാളിൻ്റെ ഈ ഒരു സൈഡിലാണ് ഇവിടുത്തെ രണ്ടാമത്തെ റൂമുള്ളത്. അതായത് നമ്മളെ 4ാമത്തെ റൂമാട്ടോ. ഇതും ഇപ്പോൾ കണ്ട പോലെ തന്നെ വലിയ റൂം തന്നെയാണ്. എല്ലാ റൂമും ഒരേപോലെ വലിയ റൂമുകളാണ്. ഈ സൈഡിലോട്ട് ഒരു 4 കള്ളി ജനൽ വരുന്നുണ്ട്. ഇവിടോട്ടൊരു 2 കള്ളി ജനൽ ഡോറിന്റെ 2 സൈഡിലോട്ട് വരുന്നുണ്ട്. ബാൽക്കണി നമുക്ക് കാണാം. അതിന് മുന്നേ നമുക്ക് ഈ റൂം ഒന്ന് കണ്ടിട്ട് പോവാം. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ബാത്റൂമൊക്കെ നല്ല സ്റ്റൈലുള്ള ബാത്റൂം തന്നെയാണ്. നല്ല കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് പുറത്ത് ബാൽക്കണിയിലോട്ട് ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ. ബാൽക്കണിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാലും പുറത്തോട്ടല്ല നമുക്ക് അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ. ടാറിങ് റോഡാണ് ആ കാണുന്നത്. നമ്മളെ വണ്ടിയിൽ അവിടെ നിർത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി മതി. ഇടയ്ക്കിടയ്ക്ക് ബസ് ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ അറിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമെല്ലാം കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് ഈ ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ബാൽക്കണിയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കാണാം നമുക്ക്. അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ കാണാം. നമുക്ക് ഫുള്ള് കാണാം. അങ്ങോട്ടൊക്കെ ആ ഒരു സൈഡിലോട്ട് അങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ്. പിന്നെ ഇത്രയൊക്കെയാണ് ബാൽക്കണി എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. അതെ. വെള്ളത്തിന്റെ സൗകര്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വരി, ഞാൻ കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇവിടെ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് ബോർവെല്ലുള്ളത്. ഇതാണ് ബോർവെല്ല്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഫുൾ ടൈം വെള്ളമുള്ളതാണ്. അപ്പം ചങ്കളെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു 10 സെൻറ്റ് സ്ഥലം ഈ കാണുന്ന ഒരു വീടും കൂടി കൊടുക്കാൻ ഇതിൻ്റെ ഓണർ റെഡിയാണ്. ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 45 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലുള്ള ആ 90 സെന്റ് സ്ഥലം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ, പോയി നോക്കാം നമുക്ക്. ഇതാക്കണ വീട്, ആ വീടിന്റെ അവിടെ നിന്ന് കുറച്ചെടുത്ത് കയറിയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ സ്ഥലത്തോട് ഇതാണ്. ഈ കാണുന്നതാണ് നമ്മളെ 90 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഇപ്പൊ ഈ കാണട്ടെ, ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ നിലവിൽ ഇതിനകത്ത് കുറച്ച് റബ്ബറുകളാണ് കേട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല തെളിഞ്ഞ് കിടക്കുക, കാടൊക്കെ കൊത്തി നല്ല വൃത്തിയാക്കിയിട്ടേക്കുന്ന സ്ഥലം കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ കണ്ട വീടിന്റെ, അതായത് നമ്മൾ ആ 10 സെന്റ് സ്ഥലം വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ അതിരി ഏകദേശം ഈ ഒരു ഭാഗത്ത് വരെയാണ് നമുക്ക് 10 സെന്റ് സ്ഥലം ആ കാണുന്ന വീടും വരിക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് നമുക്ക് ഇതാക്കുന്ന മിഷൻ പെരയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും എന്താ പറയുക, ഷീറ്റ് അടിക്കാനും സൗകര്യത്തിനൊക്കെ നല്ലൊരു മിഷൻ പെര നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് 90 സെന്റ് സ്ഥലത്ത് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അതിന് മുന്നേ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാലും മൊത്തത്താക്കുന്ന ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്.
നല്ല അടിപൊളിയായിട്ട് കിടക്കണം അല്ലേ? വിവിധ ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ട് തന്നെയാണ്. ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലം. ഇനിയിപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ മൊത്തമായിട്ട് 90 സെന്റ് സ്ഥലം മൊത്തമായിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 സെന്റോ 10 സെന്റോ ഒക്കെ ആയിട്ട് വേണേൽ പ്ലോട്ടുകളൊക്കെ ആയിട്ട് വേണേൽ മുറിച്ച് കൊടുക്കാട്ടോ. നിലവിൽ ഇപ്പോൾ ഇതിന്റെ ഓണർ ഒരു 30 സെന്റിന്റെ ഒരു 3 പ്ലോട്ടായിട്ട് കൊടുക്കാൻ റെഡിയാണ്. നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ ഈ ഒരു അതിര് വഴിയൊക്കെ മൊത്തതാകണം മഹാഗണി അതുപോലത്തെ കുറച്ച് കാട്ടുമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് റബ്ബർ മരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഷോർട്ടറൊക്കെ വെട്ടിയിട്ട് കുറച്ച് പ്രായമായ മരങ്ങൾ തന്നെയാണ് അല്ലേ? അതെ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കാണിച്ചു തരാം കേട്ടോ. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് റോഡ് നമുക്ക് നമ്മളെ പ്ലോട്ടിലോട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ റോഡ് വരെ നമ്മളെ വീട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വീട് കാണിച്ചു തന്നായിരുന്നു. ആ വീടിന്റെ സൈഡ് ഫ്രണ്ട് അതിന്റെ കുറച്ചപ്പുറത്ത് ബസ് റൂട്ടിൽ നിന്ന് അവിടുന്ന് വരുന്ന റോഡാണിത്. അവിടെ ജസ്റ്റ് 2 മിനിറ്റ് വാഹനങ്ങളൊക്കെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് ഇതാകണേ വാഹനങ്ങൾ വരാനുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പ്ലോട്ടിലോട്ട് എത്തുകയും ചെയ്യും അല്ലേ? പിന്നെ അതിരുവഴി ഇതിലെല്ലാം മഹാഗണി പോലത്തെ മരങ്ങളെല്ലാം കേട്ടോ. ഈ സൈഡ് വഴി അതിരുവഴി എല്ലാം ഫുള്ള്. ഈ റോഡ് ഫ്രണ്ടേജ് നമുക്ക് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വേണമെങ്കിൽ പ്ലോട്ടുകളായിട്ട് മുറിച്ച് മേടിക്കാൻ പറ്റും കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ഒരു പ്ലോട്ട് തന്നെയാണ് അല്ലേ? അതെ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ഫുള്ള് എല്ലായിടത്തും അതിരുവഴി ഇതേപോലെ മഹാഗണിയും പ്ലാവും അങ്ങനത്തെ കുറേ മരങ്ങളുണ്ട്. നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ റോഡ് കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല നമുക്ക് ഈ ഒരു ഭാഗത്ത് റോഡ് ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അവിടെ വീടുണ്ട്, അങ്ങോട്ട് വീടുണ്ട്, ചുറ്റുപാടും അയൽവാസികളൊക്കെ ആയിട്ട് എല്ലായിടത്തും വീടുകളെല്ലാം നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പറമ്പിന്റെ കുറച്ചപ്പുറത്ത് വേറൊരു ഭാഗത്ത് ഒരു തോട് ഒഴുകുന്നുണ്ടല്ലേ പുഴ. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ആ ഒരു മൂല താഴെ ഭാഗത്തായിട്ട് അതിനോട് ചേർന്നല്ല കുറച്ച് വേറെ പറമ്പ് കഴിഞ്ഞിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ക്ഷാമങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ തന്നെയാണ്. അപ്പൊ അതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ല. ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്, അങ്ങോട്ട് വീടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വീടുകളുണ്ട്. അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. പള്ളിയിലോട്ടൊക്കെ പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടോയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഓട്ടോ കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്യും. നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് പള്ളിയിൽ പോകാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? PHC എല്ലാം ഉണ്ട്. ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ. നല്ല അടിപൊളി ഒരു കിടിലൻ പ്ലോട്ട് തന്നെയാണ്. അപ്പോൾ പാർട്ടി ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അതായത് സെൻറ്റിന് വെറും 40,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാലിച്ചാനടുക്കൻ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 800 മീറ്റർ മാത്രം അകലത്തിൽ മയ്യങ്ങാനെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പം എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീല് നടത്താവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ 9895181886. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഓണറെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓണറുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഇതേപോലെ സ്ഥലങ്ങൾ വേണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ട് എടുക്കണമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ? ബൈ.